നമ്മുടെ ഭാരതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആർക്കും എളുപ്പത്തിൽ ചവിട്ടി മെതിക്കാവുന്ന ഒരിടമല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ ഇന്ത്യക്കാർ US-ലേക്കും യൂറോപ്പിലുമൊക്കെ കുടികയറുന്നത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം കണ്ടു മാത്രമാണ്. അല്ലാതെ ഇന്ത്യയിലൊക്കെ ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് UK-ലേക്കും US-ലേക്കും രക്ഷപ്പെടുന്നവർ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ്. അതല്ല ഒരു സാധാരണ ഇന്ത്യക്കാരൻ്റെ ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഉയർന്ന ആഗ്രഹങ്ങൾ. അതാണ് അവനെ ഇന്ത്യക്ക് പുറത്ത് US-ലും യൂറോപ്പിലുമൊക്കെ കൊണ്ടെത്തിക്കുന്നത്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ മാത്രം കണ്ടിട്ട് ചില ദുഷിച്ച ഏജന്റുമാരുടെ വാഗ്ദാനങ്ങളിൽ വീണുപോകുന്നവരാണ് അനധികൃതമായി മെക്സിക്കോ വഴിയൊക്കെ US-ൽ എത്തിപ്പെടുന്നതും അവിടെ പിടിയിലാകുന്നതും. US-ലെ ഫെഡറൽ നിയമങ്ങൾ പ്രകാരം ഇവരെ വിളിക്കുന്നത് ഏലിയൻസ് എന്നാണ്. കൊടും കുറ്റവാളികൾ കൂടിയാണ് ഇവർ. ദൈവം തമ്പുരാൻ അനധികൃതമായി US-ൽ എത്തിയാലും അവിടുത്തെ ട്രംപിന്റെ ബോർഡർ പട്രോൾ ഫോഴ്സിന് ഒരു ദയാദാക്ഷിണ്യവും ഉണ്ടാകില്ലെന്ന് വ്യക്തമാണ്. അത് ജീവിക്കാനായി US-ലും യൂറോപ്പിലുമൊക്കെ എത്തുന്നവരുടെ അവസ്ഥ. ഇവിടെ ഇന്ത്യയിലേക്ക് ആരാണ് കുടിയേറുന്നത്? എന്തിനാണ് കുടിയേറുന്നത്? ആരാണ് അവർക്ക് വഴിയൊരുക്കുന്നത്? ആരാണ് ഇപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? ആർക്കാണ് ഈ കുടിയേറ്റക്കാരുടെ വോട്ട് ആവശ്യം? എല്ലാത്തിനും ഒറ്റ ഉത്തരം ബംഗ്ലാദേശ്. ഇന്ത്യയിലെ ഉത്തരം പശ്ചിമ ബംഗാളും ദീദി എന്ന് വിളിക്കുന്ന മമതാ ബാനർജിയും. കാരണമുണ്ട്. ഇന്ത്യയിലെങ്കിൽ കേരളത്തിലടക്കം അനധികൃതമായി കുടിയേറുന്നത് ബംഗ്ലാദേശികളാണ് കൂടുതലും. അവർ മമതയുടെ വോട്ട് ബാങ്കാണ്. ദീദിയുടെ തൃണമൂൽ കോൺഗ്രസിന് പ്രവർത്തിക്കാൻ വേണ്ടി ആൾ വേണം. BJP-യെയും CPM-നെയും കോൺഗ്രസിനെയുമൊക്കെ ഒരേപോലെ തെരുവിൽ നേരിടാൻ കായികമായ ശക്തിയുള്ളവർ വേണം. അവർക്ക് വോട്ടവകാശം നൽകി തൃണമൂലിൻ്റെ പ്രവർത്തകരാക്കി വോട്ട് ബാങ്കാക്കി മാറ്റും. വോട്ടെടുപ്പിൻ്റെ സമയത്ത് മാത്രം അവർ ബംഗാളിലേക്ക് എത്തും. അതിനുശേഷം അവർ ജീവിതമാർഗം തേടി രാജ്യത്തെ കേരളമടക്കം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് യാത്രയാകും. ആരുമൊന്നും അറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ഇതാണ് ഏറെക്കാലമായി ഇന്ത്യയിലടക്കം പല സംസ്ഥാനങ്ങളിലും നടന്നു വരുന്നത്. സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഈ ബംഗ്ലാദേശികളുടെ ഇന്ത്യയിലേക്കുള്ള കുടിയേറ്റത്തിന് എതിരായിരുന്നു. അതുകൊണ്ടാണ് മമതയുടെ 1-ാം നമ്പർ ശത്രുവായി ഹസീന പണ്ടുതൊട്ടേ മാറിയതും. എന്നിട്ടും ഹസീന മോദി സർക്കാരിൻ്റെ തണലിലാണിപ്പോൾ. ഹസീന പ്രധാനമന്ത്രി പദത്തിൽ നിന്നും കസേര ഇറങ്ങിയതോടെ ഇന്ത്യയിലേക്ക് ബംഗാൾ വഴിയുള്ള ബംഗ്ലാദേശി കുടിയേറ്റവും ശക്തിപ്പെട്ടു. എങ്ങനെ ഇത് തടയുമെന്ന കടുത്ത ആലോചനയിലാണ് കേന്ദ്ര സർക്കാർ ആ കടുത്ത നിയമങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത്. പുതിയ നിയമങ്ങൾ. പിന്നെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്നവർ കുടിയേറ്റക്കാരല്ല, അത് നുഴഞ്ഞുകയറ്റക്കാരാണ്. ശ്രീലങ്കയിൽ നിന്നും കടൽ മാർഗം ഇവിടെ എത്തുന്നവർ നുഴഞ്ഞുകയറ്റക്കാരല്ല, അഭയാർത്ഥികളാണ്. അവർ ജീവിക്കാൻ വേണ്ടി എത്തുന്നവരാണ്. എന്നാൽ ഈ ബംഗ്ലാദേശികൾ എന്തിനാണ് എത്തുന്നത്? പാകിസ്ഥാൻകാർ നുഴഞ്ഞെത്തുന്നത് ഇവിടെ വിധ്വംസക പ്രവർത്തനം നടത്താനാണെങ്കിൽ ഇന്ത്യൻ സൈന്യം അതിന് ഏതാണ്ടൊക്കെ പരിപൂർണമായി തടയിട്ടിട്ടുണ്ട്. പക്ഷേ ബംഗാളിൽ നിന്നുള്ള ഈ കുടിയേറ്റം അത് തടയാൻ ആ സർക്കാരിൻ്റെ കൂടി ഒത്താശയുണ്ട്, പശ്ചിമ ബംഗാൾ സംസ്ഥാന സർക്കാരിൻ്റെ. അതുകൊണ്ടാണ് പലപ്പോഴും നിയമങ്ങൾ അവിടെ പിഴച്ചു പോകുന്നത്. ബംഗ്ലാദേശിലെ കൊടും കുറ്റവാളികളാണ്. അവിടുത്തെ വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ബംഗ്ലാദേശി പോലീസും പല അന്വേഷണ ഏജൻസികളും തിരയുന്നവരാണ് ഇവർ. അവർ ഇന്ത്യയെ, കേരളത്തെ കാണുന്നത് സുരക്ഷിതമായ ഒളിയിടങ്ങളായിട്ടാണ്. ഇവിടുത്തെ നിയമങ്ങൾ സ്നേഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ചട്ടക്കൂടുകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. അടുത്തിടെ എന്താണ് സംഭവിച്ചത്? ആലുവയിൽ നിന്നും പിടിയിലായത് 22 അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർ. അവർ അവിടുത്തെ ക്രിമിനലാണ് കണ്ടെത്തിയ പോലീസ് എല്ലാവരെയും ഡിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് കേരളത്തിൽ വരെ ബംഗ്ലാദേശിൽ എത്തിയത് ഞെട്ടലോടെയാണ് കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ കണ്ടതും. മഹാരാഷ്ട്രയിൽ അടുത്തിടെയാണ് ഒരു സംഘം ബംഗ്ലാദേശികളെ അവിടുത്തെ BJP സർക്കാർ കണ്ടെത്തി ഡിപ്പോർട്ട് ചെയ്തത്. അവിടെയും കടുത്ത നടപടികളാണ് ഈ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കൈക്കൊണ്ടുവരുന്നത്. ഇതൊരു കടുത്ത സുരക്ഷാ വീഴ്ചയാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് കേന്ദ്ര സർക്കാർ പുതിയ കുടിയേറ്റ നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്നത്. ഇനി പിടികൂടുന്ന കുടിയേറ്റക്കാരെ അങ്ങനെ ഡിപ്പോർട്ട് ചെയ്യില്ല, പിഴ അടയ്ക്കേണ്ടി വരും. ചെറിയ തുകയുമല്ല. അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള ഇമിഗ്രേഷൻ ഫോറിനേഴ്സ് ബിൽ 2025 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വരുന്ന ബജറ്റ് സമ്മേളനത്തിൽ തന്നെ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിക്കുന്നവർക്ക് 5 ലക്ഷം രൂപ വരെയും വ്യാജ പാസ്പോർട്ടിന് 10 ലക്ഷം രൂപ വരെയും പിഴയുണ്ടാകും. കുടിയേറ്റക്കാർക്ക് മാത്രമല്ല, ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് പോകുന്നവർക്കും ഈ നിയമങ്ങൾ ബാധകമാണ്. അവരും ഈ നിയമങ്ങൾ പാലിക്കേണ്ടി വരും. നിലവിലുള്ള 1920 പാസ്പോർട്ട് നിയമം, 1939 വിദേശികളുടെ രജിസ്ട്രേഷൻ നിയമം, 1946 വിദേശ നിയമം, 2000 ഇമിഗ്രേഷൻ നിയമം, ഈ 4 എണ്ണവും പൊളിച്ചടിക്കുകയാണ് പുതിയ നിയമം വരുന്നത്. അതിലെ സ്നേഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ചട്ടങ്ങൾ തൽക്കാലം എടുത്തു കളയും. ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയോ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോവുകയോ ചെയ്യുന്ന ആളുകളുടെയും വിദേശികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിന് ഇനി ചില നിയന്ത്രണ അധികാരങ്ങൾ ഉണ്ടാകും. വിദേശ പൗരന്മാർക്ക് പ്രവേശനം നൽകുന്ന സർവകലാശാലകൾ
ആശുപത്രികൾ എന്നിവയുടെ ബാധ്യത പാസ്പോർട്ട്, വിസ എന്നിവയ്ക്കൊപ്പം വ്യക്തമാക്കാൻ ഈ ബില്ല് വ്യവസ്ഥ ചെയ്യും. രാജ്യത്ത് വിദേശികളുടെ സഞ്ചാരം നിയന്ത്രിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ, വിദേശികൾ പതിവായി സന്ദർശിക്കുന്ന സ്ഥലങ്ങളിലുള്ള സിവിൽ അധികൃതരുടെ അധികാര പരിധി, കുറ്റകൃത്യങ്ങളുടെ ഘടന, നിയമലംഘനത്തിനുള്ള ശിക്ഷ എന്നിവ ബില്ലിൽ ഉറപ്പായും വ്യവസ്ഥ ചെയ്യും. വിദേശികളെ നാടുകടത്താനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ അധികാരം ഈ ബില്ലിൽ ഉറപ്പായും ഉണ്ടാകും. നിലവിലെ നിയമങ്ങളിലുള്ള ഓവർലാപ്പിംഗ് ഒഴിവാക്കുന്നതിനാണ് പുതിയ നിയമമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ദീദിക്കൊരൽപ്പം പാടാണ് കാര്യങ്ങൾ. ബംഗ്ലാദേശികൾ ഇനി പശ്ചിമ ബംഗാൾ വഴി കയറി വരണമെങ്കിൽ, തിരിച്ചു പോകണമെങ്കിലുമൊക്കെ ഇനി ഇന്ത്യ തീരുമാനിക്കും എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ചെന്ന്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.